രാജ്യത്തെ നോർത്ത് ഈസ്റ്റ് മേഖലയുടെ ഹൃദയഭാഗമാണ് മണിപ്പൂർ. മാസങ്ങളോളമായി കലാപകലുഷിത അന്തരീക്ഷത്തിൽ ജീവിക്കുന്ന സംസ്ഥാനം. കഴിഞ്ഞ വർഷം മുതൽ മെയ്തി കുക്കി വിഭാഗങ്ങൾ പരസ്പരം പോരടിക്കുന്ന നാട്. മണിപ്പൂരിലെ വംശീയ കലാപം തുടർന്നുകൊണ്ടിരിക്കെ പ്രധാനമന്ത്രി അടക്കമുള്ള കേന്ദ്ര നേതാക്കൾ ആ നാടിനെ പരിഗണിക്കുന്നില്ല എന്ന ആരോപണങ്ങൾ പലവരും നമ്മൾ കേട്ടിട്ടുണ്ട്. അതിനിടെയാണ് മണിപ്പൂർ മുഖ്യമന്ത്രി നോൻതോങ്ബം ബിരേൻ സിംഗ് തൻ്റെ ജനതയോട് മാപ്പ് പറഞ്ഞത്. നോക്കാം ഫാക്ട് ആൻഡ് ഫോക്കസ്. I feel regret and want to say sorry. Lost their loved one. Many people left their homes. I hope with the coming of the new year, 2025, the normalcy in the state. 2023 മെയ് 3-നാണ് മണിപ്പൂരിൽ വംശീയ കലാപം തുടങ്ങിയത്. സംവരണത്തെയും സാമ്പത്തിക ആനുകൂല്യങ്ങളെയും ചൊല്ലി മണിപ്പൂരിലെ ഭൂരിപക്ഷ വിഭാഗമായ മെയ്തികളും കുക്കികളും തമ്മിൽ സംഘർഷം തുടങ്ങി. ഈ കഴിഞ്ഞ പ്രക്ഷുബ്ധമായ 1.5 വർഷത്തിനിടയിൽ 250-ലേറെ പേരുടെ ജീവൻ നഷ്ടപ്പെട്ടു. ആയിരക്കണക്കിന് ആളുകൾ വീടും സ്വത്തും ഉപേക്ഷിച്ച് ഓടിപ്പോകേണ്ടി വന്നു. സംഘർഷം ആരംഭിച്ചതു മുതൽ സംസ്ഥാനത്ത് 625 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. 12,047 കേസുകൾ ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടും മണിപ്പൂരിലുണ്ടായ വംശീയ കലാപത്തെ പ്രധാനമന്ത്രിയോ അദ്ദേഹം നേതൃത്വം നൽകുന്ന കേന്ദ്ര സർക്കാരോ തിരിഞ്ഞു നോക്കിയിട്ടില്ലായിരുന്നു. അദ്ദേഹത്തിൻ്റെ പാർട്ടി ഭരിക്കുന്ന സംസ്ഥാനമായിട്ടും BJPക്കും മിണ്ടാട്ടമില്ലായിരുന്നു. അങ്ങനെ പാർട്ടിയും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും സംസ്ഥാനത്തെ പാടെ അവഗണിക്കുന്നുവെന്ന ആക്ഷേപം നിരന്തരം തുടരവെയാണ് അപ്രതീക്ഷിതമായി ഇന്നലെ പുതുവർഷത്തലേന്ന് മണിപ്പൂർ മുഖ്യമന്ത്രി ബിരേൻ സിംഗിന് മനംമാറ്റമുണ്ടായത്. കലാപം തുടങ്ങി 19 മാസങ്ങൾ പിന്നിടുമ്പോൾ മണിപ്പൂർ മുഖ്യമന്ത്രി സംസ്ഥാനത്തെ ജനങ്ങളോട് മാപ്പ് ചോദിക്കാൻ തിരഞ്ഞെടുത്ത ദിവസം 2024 അവസാന ദിവസമാണ്. ചോര പൊടിഞ്ഞ വർഷം, ദൗർഭാഗ്യങ്ങളുടെ വർഷമെന്നാണ് കലാപമുണ്ടായ കഴിഞ്ഞ 1 വർഷത്തെ അദ്ദേഹം സൂചിപ്പിച്ചത്. സംസ്ഥാനത്തുണ്ടായ എല്ലാ കാര്യങ്ങളിലും ഞാൻ അതിയായ ഖേദം പ്രകടിപ്പിക്കുന്നു. ഒട്ടേറെ മനുഷ്യർക്ക് തങ്ങളുടെ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. പലരും വീട് വിട്ടു പോകേണ്ടി വന്നിട്ടുണ്ട്. ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. 2025 സംസ്ഥാനം സാധാരണ നിലയിലേക്ക് എത്തുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കഴിഞ്ഞ ദിവസം ഇംഫാലിൽ വെച്ച് മാധ്യമങ്ങളോട് അദ്ദേഹം പറഞ്ഞതാണിത്. ഇതോടൊപ്പം കഴിഞ്ഞ കാലങ്ങളിൽ തങ്ങൾ ചെയ്ത എല്ലാ തെറ്റുകളും പരസ്പരം എല്ലാവരും മറക്കുകയും പുറത്തു കൊടുക്കുകയും ചെയ്യണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു. സംസ്ഥാനത്ത് സമാധാനവും അഭിവൃദ്ധിയും കൊണ്ടുവരാൻ എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കണമെന്നും അദ്ദേഹം പറയുകയുണ്ടായി. ന്യൂനപക്ഷങ്ങളെ തങ്ങളുമായി അടുപ്പിക്കണമെന്ന ലക്ഷ്യത്തിൽ BJP രാജ്യമൊട്ടുക്കും സ്നേഹയാത്രകൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിലാണ് ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയുടെ മാപ്പ് പറച്ചിൽ. മുഖ്യമന്ത്രി ബിരേൻ സിംഗ് മാപ്പ് പറഞ്ഞെങ്കിലും തൊട്ടു പിന്നാലെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നേരെ വിമർശനവുമായി കോൺഗ്രസ് രംഗത്ത് വന്നിട്ടുണ്ട്. ലോകരാജ്യങ്ങൾ മുഴുവൻ ചുറ്റിക്കറങ്ങുന്ന പ്രധാനമന്ത്രിക്ക് എന്തുകൊണ്ടാണ് തൻ്റെ സ്വന്തം രാജ്യത്തെ മണിപ്പൂരിൽ പോയി മുഖ്യമന്ത്രിയെ പോലെ മാപ്പ് പറയാൻ കഴിയാത്തതെന്നാണ് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ജയറാം രമേശ് ചോദിക്കുന്നത്. പാർലമെന്റിനകത്തും പുറത്തും മണിപ്പൂരിനെ ചൊല്ലി ചർച്ചകളും വാഗ്വാദങ്ങളും ഉയരുമ്പോഴെല്ലാം കേന്ദ്ര സർക്കാർ കഴിഞ്ഞകാല സർക്കാരുകളെ കുറ്റം പറഞ്ഞ് പ്രതിരോധം തീർക്കുകയായിരുന്നു ചെയ്തിരുന്നത്. വടക്കുകിഴക്കൻ മേഖലയിൽ മുൻകാല സർക്കാരുകൾക്ക് സംഭവിച്ച വീഴ്ചകൾ എണ്ണിപ്പറയാൻ മാത്രമാണ് കേന്ദ്രം ശ്രമിച്ചത്. മണിപ്പൂരിൽ നിന്നുള്ള വാർത്തകളും ദൃശ്യങ്ങളും പുറത്തെത്തിയതോടെ അവിടെ നിലനിൽക്കുന്ന ഗുരുതര സാഹചര്യത്തെക്കുറിച്ച് ആശങ്കകൾ ഉയർന്നു. വിഷയത്തിൽ രാജ്യവ്യാപക പ്രതിഷേധവും സമ്മർദ്ദവും ഉണ്ടായി. അപ്പോഴൊന്നും പ്രത്യക്ഷത്തിൽ പ്രതികരണം നടത്താൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഭാഗത്തു നിന്നും ആരുമുണ്ടായിരുന്നില്ല. എന്നാൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി നേരിട്ടതോടെ മണിപ്പൂരിലും അയൽ സംസ്ഥാനങ്ങളിലും ഉയർന്ന വിമർശനങ്ങൾ BJPയെ പ്രതിരോധത്തിലാക്കിയിരുന്നു. ഈ സാഹചര്യത്തിൽ BJPക്കുണ്ടായ ആഘാതം കുറക്കുന്നതിനുള്ള നീക്കമെന്ന നിലയിലാണ് മുഖ്യമന്ത്രിയുടെ ഇപ്പോഴത്തെ മാപ്പ് പ്രസ്താവനയെ രാഷ്ട്രീയ നിരീക്ഷകർ നോക്കിക്കാണുന്നത്. കഴിഞ്ഞ ദിവസവും മണിപ്പൂരിലെ കാങ്പോക്സി ജില്ലയിൽ സുരക്ഷാ സേനകളുമായി കുക്കി വിഭാഗം ഏറ്റുമുട്ടിയിരുന്നു. കേന്ദ്രസേനകളെ വിന്യസിച്ച മണിപ്പൂരിലെ പല ഭാഗങ്ങളിലും സേനകളെ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ഇപ്പോഴും ഏറ്റുമുട്ടലുകളും പ്രക്ഷോഭങ്ങളും നടക്കുന്നുണ്ട്. പ്രധാനമന്ത്രി ഇതുവരെ മണിപ്പൂർ സന്ദർശിക്കാത്തത് എന്തെന്ന ചോദ്യം വീണ്ടും വീണ്ടും പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടിരിക്കുന്നു. ഇത്രയും കാലം മുഖ്യമന്ത്രിക്കും അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കും തങ്ങളുടെ സംസ്ഥാനത്തെ ജനത അനുഭവിക്കുന്ന യാതനകളെ കാണാൻ കഴിഞ്ഞിരുന്നില്ലേ? കലാപം നിയന്ത്രിക്കാൻ, കലാപകാരികളെ ഒതുക്കാൻ, പൊതുജനങ്ങളുടെ ആവശ്യം നിറവേറ്റാൻ,
സംസ്ഥാനത്ത് സമാധാനം പുനഃസ്ഥാപിക്കാൻ. അങ്ങനെ സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങളിലെല്ലാം അമ്പെ പരാജയപ്പെട്ടുവെന്നത് ഇപ്പോൾ ബോധ്യപ്പെട്ടതാണോ? കാലം തെറ്റിയുള്ള ഈ മാപ്പ് പറച്ചിലൂടെ തൻ്റെ ഭരണവീഴ്ചയെ ഏറ്റുപറയുകയാണ് എൻ ബിരൻ സിംഗും അതിലൂടെ BJP സർക്കാരും ഇപ്പോൾ ചെയ്തത്. പ്രതിപക്ഷം ആവശ്യപ്പെടുന്ന പോലെ മുഖ്യമന്ത്രിക്ക് പിന്നാലെ ഹോം മിനിസ്റ്ററും പ്രൈം മിനിസ്റ്ററും എല്ലാം മാപ്പ് പറയട്ടെ. മണിപ്പൂരിലെ ജനതയ്ക്ക് പുതുവർഷത്തിലെങ്കിലും ശാന്തി ഉണ്ടാകട്ടെ.